ഇനി പറഞ്ഞ നേരാ മോളെ. ഓട്ടോക്കാർ കാശ് കൊയ്യണ കാലമാണ്. നോക്കിയാൽ കാണുന്ന ദൂരത്ത് പോയാൽ പോലും ഉറപ്പിക്കാൻ 100-150 എണ്ണി വാങ്ങുന്നേ. എനക്കൊന്നും തിരിയുന്നില്ല. ഓട്ടോ ഓടിച്ച് എത്ര പേരാ കുശാലായിട്ട് ജീവിക്കണം. സജീവൻ ഓട്ടോ ഓടിക്കാൻ മടിയാ. അച്ഛന് മോളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാമല്ലോ. എങ്ങനെ ഞാൻ എൻ്റെ രാജിയിലെ കല്യാണം കഴിപ്പിച്ചതെന്നും ഈ കുടുംബം പോറ്റുന്നതെന്നും എനക്കും ദൈവത്തിന് മാത്രം അറിയാം. മംഗലം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ നിന്നാൽ നാട്ടുകാരെന്തേലും പറയും. ഞാൻ ഇന്നെ പോവച്ചാ. അവിടെ പോയിട്ട് എന്തെങ്കിലും ജോലി നോക്കും. ശരി മേരി ടീച്ചർ, ബൈ. ബൈ. നാളെ ഞാൻ വരില്ല മേരി ടീച്ചറെ, ലീവാ. കോടതി പോകണം. ഞങ്ങളുടെ ഡിവോഴ്സിൻ്റെ കേസില്ലേ, അതിൻ്റെ കാര്യത്തിന്. ഓ, അപ്പം നാളെ പോളും വരുമോ? ആ, വരുന്നുണ്ടോ ആർക്കറിയാം. എത്ര കാലം ഈ കോടതി കയറി ഇറങ്ങുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തൂടെ? തീരുമ്പോൾ തീരട്ടെ. ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. ടീച്ചർക്ക് അറിയാലോ, എത്ര കാലം ഇങ്ങനെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിക്കുന്നത്. അടുത്തു മോളെ കരുതി ഞാൻ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ചത്. ഇനി എനിക്ക് വയ്യ ടീച്ചറെ. നമ്മൾ പെണ്ണുങ്ങളായി പോയില്ലേ? ഞാൻ എൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. എന്തിനും ഇതിനും മെക്കിട്ട് തരാനുള്ളതല്ല പെണ്ണുങ്ങൾ. ആ ശരി ടീച്ചർ. ശരി. എന്താ രാധിക? ടീച്ചർ ഒന്ന് കാണണം, അത്യാവശ്യം. എന്താ ഇത്ര അത്യാവശ്യം? നാളെ ഞാൻ ലീവാ. നാളെ വൈകുന്നേരം വീട്ടിലേക്ക് വാ, ഒരു 5 മണിക്ക്. ആ ശരി. പോളും ഞാനും കുറേ കാലം പ്രേമിച്ച് കിടന്നതാ. പിന്നീടാ കല്യാണം കഴിച്ചത്. അധികം താമസിയാതെ മനസ്സിലായി, പ്രേമം പോലെ അല്ല ജീവിതം എന്ന്. നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. തോറ്റു കൊടുക്കരുത്. ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് ഒരു വരുമാനമുള്ളത് നല്ലതാ. ഞാൻ BA പാസ്സായിട്ടുണ്ട് ടീച്ചർ. BA MA പാസ്സായ പെൺകുട്ടികൾ ഈടെല്ലാം പണിയെടുക്കുന്നത് സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെയാണ്. രാവിലെ മുതൽ രാത്രി വരെ പണി, എന്നിട്ട് മാസം കിട്ടുന്നതോ? എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാ ടീച്ചർ. ശരിയാ, പക്ഷെങ്കിൽ എളുപ്പമല്ല എൻ്റെ കാര്യം. നമുക്ക് ശ്രമിക്കാം. ശരി ടീച്ചർ. രാധിക, ഈ നിരീച്ച സജീവം മാറും. സജീവ, അതെ, നമ്മൾ നിരീച്ചാൽ എല്ലാം നേരെയാവും. നമുക്ക് കുറേശ്ശായി കടങ്ങളൊക്കെ വീട്ടാം. അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ കൂടുതൽ ഓടുന്നത് രാവിലെയാ. ഞാൻ പറയുന്ന കേക്ക്. പുലർച്ചെ 5 മണിക്ക് തെക്കുന്ന് മാവേലി വരും. 5:45 മലബാർ, അതിനിടയിൽ ആലപ്പി, പിന്നെ പരശു. അത് കഴിഞ്ഞിട്ടും കുറേ ട്രെയിനുകളുണ്ട്. നല്ല ദൂരത്തേക്ക് ഓട്ടവും കിട്ടും. പന്തക്കല്ലിലേക്കോ ഫ്രഞ്ച് പെട്ടിപ്പാലത്തിലേക്കോ രാവിലെ തന്നെ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ 10-300 ഉറുപ്പ്യ കയ്യിൽ വരുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ തൊട്ടിട്ട് 4:30 കുളിച്ച് റെഡിയായി ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കേട്ടാ? 4:30? അതെ, 4:30. പല്ല് വെച്ച് കുളിച്ച് കട്ടൻ കാപ്പി കുടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. 8:30 മാംഗ്ലൂർ എക്സ്പ്രസ് പോയാൽ മാത്രം തിരിച്ചു വന്നാൽ മതി. ഞാൻ അലാറം വയ്ക്കാം. ഓട്ടം പോലില്ല. എണീക്ക് സജീവ, എണീക്ക്. എണീക്ക് സജീവ, ഞാൻ പോയി കട്ടൻ കാപ്പി ഇട്ട് വരാം. ഇപ്പൊ കിടന്നല്ലേ ഉള്ളൂ. ഇപ്പളാ 4 മണിയായി. എണീക്ക്,
എണീച്ചേ. റെഡി. ഒരു ഉളുപ്പില്ലാണ്ട് അടിച്ചോണ്ടിരിക്കും. സജീവ, എന്നെ ഒന്ന് തീവണ്ടി ഓഫീസിൽ ഇറക്കോ? കോഴിക്കോട് പാസഞ്ചർ ഇപ്പൊ വരും. അയ്യോ, എന്റെ ബാഗ് എടുത്തില്ല. ഓ, ഇല്ല, അറിയല്ലേ. പെട്ടെന്ന് പോവാ. ഓ, കരയില്ലേ. ഓ, സജീവ, ഒന്ന് വേഗം വിടോ. ട്രെയിൻ ഇപ്പൊ എത്തും. അയ്യോ, ടിക്കറ്റ് എടുത്തില്ല. വണ്ടി ഇപ്പൊ വരൂ. ഒന്ന് കുഞ്ഞിനെ പിടിക്കോ? ഞാൻ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാം. ആ ബാഗും കൂടെ എടുത്തോ. അതെ, ചില്ലറയില്ല. നിന്നെ ഞാൻ പിന്നെ കാണുമ്പോ തരാം പൈസ. പോട്ടെ. കരയോണ്ടിരിക്കും മോളെ. ഇനി ഉറങ്ങിയില്ലായിരുന്ന? നീ എന്ത് സുന്ദരിയാ. എന്നോട് ദേഷ്യ? എന്നെ മംഗലം കഴിച്ചത് തെറ്റായിപ്പോയി എന്ന് എനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ചോദിക്കണ്ടായിരുന്നു.